നിർത്തുന്നടാ. അരി നിന്ന് ആശാരിച്ചിയെ കടിച്ചിട്ട് പിന്നെ നായക്കല്ലടാ മുറിമുറുപ്പ്. എന്താ ദയവേട്ട ഇത്? സമനില തെറ്റി കണക്ക്. സമനില അല്ലടോ ഗോപ, 8 നിലയും തെറ്റി നാട്ടിലേക്ക് പാണ്ഡം മുറുക്കി നിൽക്കുന്ന എന്റെ ചങ്കത്താക്കിയ ഒമ്മാരുടെ കുതിര കയറ്റം. ഏതോ ഒരു ദീപാവലി കാലത്ത് വിരികുംബകത്തെ അവച്ചി സ്കൂളിന് മുമ്പിൽ തെരുക്കൂത്ത് നടത്തിക്കൊണ്ടിരുന്ന ശങ്കരനെയും പാണ്ഡ്യനെയും ഇന്നത്തെ ഗംഗാപ്രസാദും യമുനാപ്രസാദുമായി അലക്കി വെളുപ്പിച്ചെടുത്തത് HMVO ബിഗ്സോണോ അല്ല. സൗത്ത് ഇന്ത്യൻ മ്യൂസിക് മാർക്കറ്റിൽ യുവന്മാരെ എസ്റ്റാബ്ലിഷ് ചെയ്യിക്കാൻ 7.5 മാസം കൊണ്ട് 2.5 കോടി രൂപയാ തുലച്ചത് ഈ മഹാദേവൻ തമ്പി. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ ദേവേട്ട? ഇല്ലടോ ഗോപ, അറിഞ്ഞ കാര്യങ്ങളെക്കാൾ അറിയാത്ത സത്യങ്ങളാണോ കൂടുതൽ? അരുണാ ലോഡ്ജിന്റെ പാർത്ഥിവൻ ചെട്ടി സ്ട്രീറ്റിലേക്ക് എറിഞ്ഞ ഈ ശങ്കരപാണ്ഡ്യന്മാരുടെ പായും തകരപ്പെട്ടിയും വന്ന് വീണത് എന്റെ പ്രീമിയർ കാറിന്റെ മുമ്പിലായിരുന്നു. അന്നത്തെ 40 കിലോ എല്ലിന്റെ ഈ വിശിഷ്ട ശരീരങ്ങളില് പിന്നീട് അരക്കിന്റെ ഇറച്ചിക്കനവും കൂടി ഉണ്ടായത് മഹാദേവന്റെയും ദേവാകാശത്തിന്റെയും സംഭാവനയാ. അല്ലെങ്കിൽ അല്ലെന്ന് ഈ കുയിൽ വേഷം കെട്ടിയ കഴുകന്മാർ പറയട്ടെ. ദേവേട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, അതിനുള്ള അധികാരവും അവകാശവും ഞങ്ങളുടെ മേൽ അങ്ങേക്കുണ്ട്. അതെ ദേവേട്ട, ഉയർത്തിയ കൈ മടക്കണ്ട, തല്ലിക്കൊള്ളു. നിശബ്ദരായി ഞങ്ങൾ നിന്ന് കൊള്ളുക തന്നെ ചെയ്യും. പക്ഷെ ദേവേട്ടന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഈ വാർത്തകളിലും അഭിമുഖങ്ങളിലും ഒക്കെ അച്ചടിച്ചിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞതല്ല. ദേവേട്ടനെതിരെ ഞങ്ങളെ വെച്ച് മറ്റാരോ കളിക്കും. സംഗീതത്തിൽ നിന്നും സമ്പാദിച്ചതൊന്നും ഞങ്ങൾക്ക് സ്വന്തമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും യവനെയും. കാരണം ഞങ്ങൾ ഇരുവരും ശ്വസിക്കുന്ന ജീവശ്വാസത്തിൽ പോലും ദേവേട്ടന്റെ അലിവും കാരുണ്യവും ഉണ്ട്. ഞങ്ങൾ ഒരുക്കുന്ന ശ്രുതിയും താളവുമല്ല ആ അനുഗ്രഹമാണ്. ഈ മദ്രാസ് നഗരത്തിൽ നിന്ന് മാത്രമല്ല, ഈ രാജ്യം തന്നെ വിട്ടുപോകാൻ ദേവേട്ടൻ കൽപ്പിച്ചാലും ഇതുവരെ സമ്പാദിച്ചതെല്ലാം ഈ കാൽക്കൽ വെച്ച് പഴയ ശങ്കരനും പാണ്ഡ്യനുമായി ഞങ്ങൾ വിട പറയും. ദേവേട്ട, ഞങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചു കൊടുക്കുന്ന ഈ രുദ്രാക്ഷത്തിൽ 2 മഹാദേവന്മാരാണുള്ളത്. ഒന്ന് സാക്ഷാൽ ഭഗവാൻ പരമശിവൻ, 2 ഭഗവാന്റെ പേരുള്ള ഞങ്ങളുടെ കാണപ്പെട്ട മഹാദേവൻ. തെറ്റിദ്ധരിച്ചതിന് മാപ്പ്. നിങ്ങളോ? എന്താ ഈ നേരത്തെ? വാ വാ ഇരിക്കേ. രാത്രിയിൽ എന്താ, എന്തെങ്കിലും അത്യാവശ്യം? അതെ ദേവേട്ട, ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സുപ്രധാന കാര്യങ്ങളും ഇവിടെ ചോദിച്ചിട്ടില്ലേ ചെയ്തിട്ടുള്ളൂ. അതാ ഈ നേരത്ത് വന്ന് ബുദ്ധിമുട്ടിച്ചത്. വളച്ചുകിട്ടില്ലാതെ ഞാൻ കാര്യം പറയാം ദേവേട്ട. ദേവേട്ടൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ നിമിഷം മുതൽ ഞങ്ങള് ഒരു വല്ലാത്ത ആശയക്കുഴപ്പത്തിലായിരുന്നു. കൊല്ലണോ വേണ്ടയോ എന്ന്. ഞങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ പേരിൽ മദ്രാസ് ജയിലിലൊന്ന് കാലം കഴിക്കാനും വയ്യ. കൃത്യം ഞങ്ങൾ അങ്ങ് നിർവഹിക്കും. 5 ലക്ഷം കൊടുത്താൽ ആ കുറ്റം ഏറ്റെടുക്കാൻ ഒരു പ്രതിയും റെഡി. ദേവേട്ടന്റെ ദേവ കാസറ്റിന് ഞങ്ങൾ തരാനുള്ള 68 ലക്ഷം വെച്ച് നോക്കുമ്പോൾ ഈ 5 ലക്ഷം ഒരു നഷ്ടമേ അല്ല. അല്ലേ ദേവേട്ട? ദേവേട്ടന് ഞങ്ങളെ കൊണ്ട് ലാഭവും നഷ്ടവും ഒരുപോലെ ഉണ്ടായിട്ടുണ്ട്. ദേവേട്ടന്റെ കമ്പനിക്ക് ഞങ്ങളായിട്ട് കുറെ ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. പക്ഷെ കൂടെ ഇങ്ങനെ സ്റ്റുഡിയോ ഫ്ലോറുകളിലും കമ്പോസിങ് സ്ഥലത്തും ഒക്കെ വന്ന് കൈവച്ചിട്ട് പോയാൽ എങ്ങനാ? ദേവേട്ട, അങ്ങ് കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ പഠിച്ചിരുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ സ്കൂളിലൊന്നും ആയിരുന്നില്ല.
ആൽവാർപേട്ട മുതലിയാരെന്ന യൂണിവേഴ്സൽ തൊട്ടിയുടെ സർവകലാശാലയിൽ നിന്നും ബിരുദവും ബിരുദാനന്തര ബിരുദവും സമ്പാദിച്ച് പുറത്തിറങ്ങിയവരാ ഞങ്ങൾ. പച്ചയ്ക്കു പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ ഒന്നാം തരം ക്രിമിനൽസാണ്. സംഗീതവും പാട്ടും ഒക്കെ രണ്ടാം സ്ഥാനത്തേ വരികയുള്ളൂ. മരണമെന്ന് കേട്ടാൽ ഓടിച്ചെന്ന് ആപ്പിളിന്റെ അകത്ത് കയറുന്ന പരീക്ഷിത്തി രാജാവൊന്നും അല്ല ഞാൻ. ലോകം കണ്ട നീതിമാന്മാരെല്ലാം മരിച്ചിട്ടുള്ളത് വൃത്തികെട്ടവന്മാരുടെ കൈകൊണ്ടാണ്. ക്രിസ്തു മുതൽ സോക്രട്ടീസും ഗാന്ധിയും വരെ ഉദാഹരണം. നീ കൈവറയ്ക്കാതെ കത്തിയോ തോക്ക എന്തെന്ന് വെച്ചാ എടുക്ക്. ഞാൻ ഇരുന്നോ കിടന്നോ നിന്നോ തരാം. പോരെ എടാ, പനി വന്ന് മരിച്ചാലും ചൊറി വന്ന് മരിച്ചാലും കത്തി കൊണ്ട് മരിച്ചാലും അന്ത്യശ്വാസം എടുത്ത് മരിച്ചാലും മരണം മരണം തന്നെയാ. അത് ഈശ്വരൻ അറിയാതെ നടക്കുന്ന കലാപരിപാടി അല്ല. ജനനവും ജീവിതവും പോലെ മരണവും സൗഭാഗ്യമാണടാ. രണ്ട് നീചന്മാരുടെ കൈകളാൽ മരിച്ചു വീഴുന്നതോടെ ശുദ്ധനായി ജീവിച്ച് ഞാൻ വിശുദ്ധനാവുകയാണടാ. അതാണടാ സൗഭാഗ്യം. പിന്നെ സ്റ്റുഡിയോയിൽ വെച്ച് പിരിയാൻ നേരം ഞാൻ പറഞ്ഞ മാപ്പ് വീണ്ടും ആവർത്തിക്കുകയാണ്. മാപ്പ്. നന്മയുണ്ടെന്ന് തെറ്റിദ്ധരിച്ചതിന് മാപ്പ്. ഭൂമിയിലെ ഒരു മഹാദേവൻ മായക്കണ്ണേ, എടോ മായക്കണ്ണേ, ദാ കിടക്കുന്നു നീ കൊലപ്പെടുത്തിയ കാസറ്റ് രാജാവ് മഹാദേവൻ. ഇത് നീ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച റിവോൾവർ, ലൈസൻസ് ഇല്ലാത്തത്. കുടകിലെ കാളിക്കൊല്ലൻ 12,000 രൂപയ്ക്ക് പണിതുണ്ടാക്കി തന്നത്. ഇതാദ്യ ഗഡു. ബാക്കിയെല്ലാം അറസ്റ്റിനും മൊഴിക്കും ശേഷം. ഓക്കേ. ദക്ഷിണ റെയിൽവേയുടെ റിസർവേഷൻ ചാർട്ടും പ്രകാരം ഗംഗാപ്രസാദും യമുന പ്രസാദും ഇന്ന് പകൽ 4 മണി മുതൽ ചെന്നൈയിലില്ല. ഹൈദരാബാദ് എക്സ്പ്രസിന്റെ ഫസ്റ്റ് AC കൂപ്പയിൽ സുഖനിദ്രയിലാണ്. നാളെ വെങ്കട സത്യയുടെ തെലുങ്ക് പടത്തിന്റെ റീ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഞങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി വി വിഷ് എ ബാഡ് നൈറ്റ്. महादेवन सर नमस्ते. चलेगा चलेगा भाई. चलिए भाई. ആനന്ദ ഗംഗേ എൻ ഹൃദയരര ആമോദവർഷം. ഇവന്റെ റിലേ പോയെന്നാ തോന്നുന്നു. ഇവന്റെ റിലേ മാത്രമല്ല ഇവന്റെ എല്ലാം പോയിന്നാ എനിക്ക് തോന്നുന്നു. കയ്യോടെ ചികിത്സിച്ച രക്ഷപ്പെടും. ഇത് ചികിത്സ ഉണ്ടെന്ന് മാറൂല. ഇതിനൊറ്റ ചികിത്സയുള്ളൂ.